സ്ക്രീൻ കാണുന്നുണ്ടോടാ? ഇല്ല സാർ. യെസ് സാർ. കാണാം. ഇപ്പൊ റെഡി അല്ലേ? യെസ് സാർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സാം യൂണിറ്റ് ടെസ്റ്റ് നടത്തി. പിന്നെ എനിക്ക് തോന്നുന്നു അപ്ലോഡ് ചെയ്യാൻ എന്നിട്ടും ബാക്കി ആൾക്കാരുണ്ട്. ഞാൻ എത്രയോ തവണ നിങ്ങളോട് അന്ന് ക്ലാസ്സിൽ തന്നെ എക്സാം നടക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ ഒരു ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളത്. ഇനി അതിനിപ്പം 0 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂൾ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂൾ ആണ്. ഫോർത്ത് മൊഡ്യൂൾ ഏത് ടെസ്റ്റിംഗ് ആണ്? ഏതൊക്കെ ടെസ്റ്റിംഗ് ഇപ്പോൾ നമ്മൾ പഠിച്ചു? വിഷ്വൽ ഇൻസ്പെക്ഷൻ പഠിച്ചു, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് പഠിച്ചു, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ പഠിച്ചു. ഇനി അടുത്തത് ഇനി 3 ഏതല്ല ബാക്കിയുള്ളത്? അൾട്രാസോണിക് ബാക്കിയുണ്ട്. പിന്നെ റേഡിയോഗ്രാഫി പിന്നെ എഡി കറന്റ് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ അതേ ഓർഡറിൽ തന്നെയാണ്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് അൾട്രാസോണിക് ടെസ്റ്റിംഗ് ആണ്, അടുത്തത് റേഡിയോഗ്രഫി, ലാസ്റ്റ് മൊഡ്യൂൾ എഡി കറന്റ്. നമ്മൾ ഇനി പറയുന്നത് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡിനെ പറ്റിയാണ്. ഇതിന്റെ ഒരു വർക്കിംഗ് വീഡിയോ ഒക്കെ, ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താന്നുള്ളതൊക്കെ നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അൾട്രാസോണിക് സൗണ്ട് ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്? എന്ത് ഈ അൾട്രാസോണിക് സൗണ്ട്? 20 കിലോഹെർട്സിനൊക്കെ എബവ് ആയിട്ടുള്ള വേവ്സ്. അൾട്രാസോണിക് സൗണ്ട് വേവ്സിന്റെ റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? 20 കിലോഹെർട്സ് ആൻഡ് എബവ്. എബവ് 20 കിലോഹെർട്സ്. ഓഡിബിൾ റേഞ്ച് എത്രയാണ്? 20 ഹെർട്സ് ടു 20 കിലോഹെർട്സ്. 20 ഹെർട്സ് ടു 20 കിലോഹെർട്സ് ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് വേവ്സ് അല്ലേ? അതിനേക്കാളും മേലയിൽ വരുന്നതിനാണ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ അൾട്രാസോണിക് സൗണ്ട് വേവ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റിംഗ് നടത്തുന്ന NDT ടെക്നിക്കാണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ്. നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡിലേക്ക് സർഫസ് ക്രാക്കുകൾ അല്ലെ സർഫസ് ഡിഫക്ട്സ്, അതേപോലെ സബ് സർഫസ് ഡിഫക്ട്സ് വരെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗും വിഷ്വൽ ഇൻസ്പെക്ഷനൊക്കെ സർഫസ് ഡിഫക്ട്സ് കണ്ടുപിടിക്കാനായിരുന്നു. ബട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് സർഫസ് ആൻഡ് സബ് സർഫസ് ഡിഫക്ട്സ് ആയിരുന്നു. ബട്ട് ഇനിയുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ സർഫസും അതുപോലെ തന്നെ ഇന്റേണൽ ഡിഫക്റ്റും കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെസ്റ്റിങ്ങുകളാണ്. സോ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നുള്ള ഒരു പ്രധാന വ്യത്യാസം, അതിന്റെ ഏരിയ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത് സർഫസ് മാത്രമല്ല, സബ് സർഫസും മാത്രമല്ല, ഇന്റേണൽ സർഫസ് അടക്കം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിംഗ് മെത്തേഡാണ്. നമുക്ക് ഈ അൾട്രാസോണിക് ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിന്റെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാവാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്. ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഒരു വർക്ക് പീസ് ഉണ്ട്. വർക്ക് പീസിൽ നമുക്കൊരു നോൺ ഡിഫക്റ്റ് ഉണ്ട്. ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു ക്രാക്ക്, അതാണ് ഈ വൈറ്റ് കളറിൽ ഒരു ബോക്സ് പോലെ കാണിച്ച ഒരു ഡിഫക്റ്റ് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് എന്തിനാ? ഒരു എലമെന്റ് ആണ് പ്രോബ്. പ്രോബ് എന്തിനാ? വീഡിയോ ഒരു തവണ കണ്ടതാണ്. അൾട്രാസോണിക് സൗണ്ട് വേവ് ആണല്ലോ ഇവിടുത്തെ നമ്മുടെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. മെയിൻ എലമെന്റ് അൾട്രാസോണിക് സൗണ്ട് വേവ് ആണ്. സോ ആ സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് പ്രോബ് എന്ന് പറയുന്നത്, അൾട്രാസോണിക് പ്രോബ്. ഓക്കെ, അൾട്രാസോണിക് പ്രോബിന്റെ ഒരു ബ്ലൂ കളർ എലമെന്റ് കാണാം. അവിടെ നിന്നാണ് സൗണ്ട് വേവ്സ് താഴോട്ടേക്ക് വരിക. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോൾ വർക്ക് പീസുമായിട്ട് ഈ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രോബിലേക്ക് ഇതിന്റെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പ്രോബിനകത്ത് എന്തുണ്ടാവും? അൾട്രാസോണിക് സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യും. ഈ സൗണ്ട് വേവ് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഓഡിബിൾ റേഞ്ചിനേക്കാളും മേലയിലാണ് അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി. സോ നമുക്ക് ഓഡിബിൾ അല്ല, നമ്മൾ കേൾക്കൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത്, അതായത് നമ്മുടെ മെറ്റീരിയലുമായിട്ട് കണക്ട് ചെയ്തിട്ട്
ഇതിന്റെ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, പ്രോബിലേക്കുള്ള പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അൾട്രാസോണിക് സൗണ്ട് വേവ് നമ്മുടെ മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യും അല്ലെ. ഇനി അതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ് നേരെ കൊണ്ടുപോയിട്ട് ഒരു ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മോണിറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. ഇതൊരു CRT ഡിസ്പ്ലേ പോലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ പോലെയുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. എക്സ് ആക്സിസിൽ ഇന്റൻസിറ്റി ഓഫ് വേവും വൈ ആക്സിസിൽ ടൈമും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ പ്രോബിലേക്ക് നോക്കണം. പ്രോബിന്റെ അകത്ത് നിന്ന് അൾട്രാസോണിക് സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്തു പോകുന്നത് ആനിമേഷൻ ആയിട്ട് കാണിക്കും. ഇപ്പോ ആ പ്രോബിൽ നിന്നും താഴോട്ടേക്ക് ഒരു എലമെന്റ് ഇങ്ങനെ പോകുന്നതാണെന്നില്ലേ? ഇല്ലടാ, അത് വേവ് ഫ്രണ്ട് ആണ്. ഒരു ആനിമേഷൻ ആയതുകൊണ്ട് അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. വേവ് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള എലമെന്റ് അല്ല. വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഡിഫറെന്റ് വേവ് ഉണ്ട്. ഏതൊക്കെ വേവ് ഉണ്ട്? ഹൊറിസോണ്ടൽ വേവ്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് വേവ് ഉണ്ട്. നമുക്ക് വേവിനെ പറ്റിയൊക്കെ ഈ മൊഡ്യൂളിൽ പഠിക്കും. എന്തോ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾക്ക് ആനിമേഷനിൽ അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അത് പ്രോബിലേക്ക് ജസ്റ്റ് പവർ സപ്ലൈ കൊടുക്കുന്ന നേരത്ത് എന്ത് സംഭവിക്കും? വേവ് ജനറേറ്റ് ചെയ്ത് മെറ്റീരിയലിലേക്ക് പോകും. ആ സമയത്ത് വേവ് ജനറേറ്റ് ചെയ്ത് മെറ്റീരിയലിലേക്ക് പോകുന്ന സമയത്ത് ഈ മോണിറ്ററിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണേ. പവർ സപ്ലൈ കൊടുത്തു, റെഡ് കളറിൽ ആ ഒരു പവർ സപ്ലൈയുടെ സിമ്പിൾ കാണിച്ചതാണ്. അപ്പൊ അടുത്ത മൊമെന്റിൽ വേവ് ജനറേറ്റ് ചെയ്യും. അതേ സമയത്ത് മോണിറ്റർ ഒന്ന് ശ്രദ്ധിക്കണേ. എന്തൊക്കെ സംഭവിച്ചേ? വേവ് ജസ്റ്റ് നമ്മുടെ പ്രോബിൽ നിന്നും മെറ്റീരിയലിലേക്ക് കയറി ഒരു മീഡിയം ചേഞ്ച് ഉണ്ടായി അല്ലെ. പ്രോബ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നിന്നും നമ്മുടെ ടെസ്റ്റ് പീസ് എന്ന് പറയുന്ന സെക്കൻഡ് മീഡിയത്തിലേക്ക് വേവ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു എക്കോ ഉണ്ടായിട്ടില്ലേ മോണിറ്ററിൽ? ഇല്ലേ? ടൈം എന്ന് പറയുന്ന ആ സമയത്ത് 0 ടൈം, അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, 0 to ഫ്രാക്ഷൻ ഓഫ് ടൈം. ആ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ തന്നെ ഒരു നല്ല ഇന്റൻസിറ്റിയിൽ ഒരു വേവ് ഉണ്ടായി. ഇത് അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ ഇന്റൻസിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത വേവ്, ആ വേവ് മെറ്റീരിയലിലേക്ക് പോകുമ്പോൾ അതിന് മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടാവും. നമ്മൾ ഈ പ്രോബ് എത്ര ഇന്റൻസിറ്റി ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് ഇവിടെ നമുക്ക് ഈ എക്കോ വേവിൽ കാണിക്കും. ജസ്റ്റ് 0 സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ കാണിക്കും. ഇനി ഈ വേവ് താഴേയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഇതേപോലെ മോണിറ്ററിൽ എന്താ മാറ്റങ്ങൾ നോക്കണേ. ഞാൻ പ്ലേ ചെയ്യണേ. അപ്പം വേവ് എന്ത് ചെയ്തു? മെറ്റീരിയലിൽ ഏറ്റവും താഴേയിൽ പോയിട്ട് അത് ബാക്ക് സർഫേസുമായിട്ട് ഹിറ്റ് ചെയ്ത് ഇനി അതിന്റെ അപ്പുറത്തേക്ക് മെറ്റീരിയൽ ഇല്ല. സോ അവിടുന്ന് റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് പ്രോബിലേക്ക് എത്തി. അപ്പോൾ മോണിറ്ററിൽ എന്താ സംഭവിച്ചേ? ആ എക്കോ ആദ്യത്തെ എക്കോയോ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി ആർക്കാ കൂടുതൽ? പ്രോബിൽ നിന്ന് ആദ്യം മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യും. ഈ രണ്ടാമത് തിരിച്ചു വന്നതിന്റെ എക്കോ എന്തുകൊണ്ടാണ് ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവുക? ഇവിടുന്ന് ഒരു ഇത്രയും ഇന്റൻസിറ്റി, ഈ പീക്ക് ഇന്റൻസിറ്റിയിലുള്ള വേവ് മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് മെറ്റീരിയൽ താഴെയിൽ തട്ടി തിരിച്ച് വീണ്ടും പ്രോബിലേക്ക് എത്തുമ്പോൾ ഇന്റൻസിറ്റി കുറഞ്ഞു. എന്തുകൊണ്ടാ? അവിടെയാണ് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളത് സിഗ്നൽ ഡിസ്റ്റോർഷൻ. ഒരു മീഡിയത്തിലൂടെ നമ്മളൊരു വേവ് ഫ്രണ്ടിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. സിഗ്നലിന് ഡിസ്റ്റോർഷൻ സംഭവിക്കും. അറ്റോനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫിസിക്സിൽ പഠിച്ച ഓർക്കുന്നില്ലടാ? ഓക്കെ, ഞാനിപ്പോ ഈ റൂമിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പൊ എന്റെ എന്താ പറയാ, എന്റെ സൗണ്ട് വേവ്സ് കുറേ ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ വളരെ പതുക്കെ ആയിട്ടേ കേൾക്കുള്ളൂ. നേരെ മറിച്ച് എന്റെ അടുത്ത് ഏറ്റവും നിയർ ബൈ ഏരിയയിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല സൗണ്ടിൽ കേൾക്കും. എന്തുകൊണ്ടാ? എന്റെ അടുക്കുന്ന വരുന്ന വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ അടുക്കുന്ന വരുന്ന സൗണ്ട് വേവ് അതേ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന് മാക്സിമം ഇന്റൻസിറ്റിയിൽ നിയർ ബൈ ഏരിയയിലുള്ള ആൾക്ക് എത്തുന്നതുകൊണ്ട് അയാൾക്ക് നല്ല ലൗഡായിട്ട് തോന്നും. നേരെ മറിച്ച് ഒരു 2 റൂം അപ്പുറം ഉള്ള ആൾക്ക് അയാളുടെ ചെവിയിലേക്ക് ഈ സൗണ്ട് വേവ് എത്തുമ്പോഴേക്കും അവിടെ കുറെ ഡിസ്റ്റോർഷൻ സംഭവിക്കും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ സൗണ്ട് വേവ്സ് മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് മേലയിലേക്ക് എത്തുമ്പോഴേക്കും സിഗ്നലിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ എക്കോന് ഇന്റൻസിറ്റി കുറഞ്ഞത്. സോ ഈ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത എക്കോന്റെ പേര് ദാറ്റ് ഈസ് ഇനീഷ്യൽ പൾസ് അല്ലെങ്കിൽ ഇനീഷ്യൽ എക്കോ എന്ന് പറയും. ഇതേപോലെ അടിയിലെ സർഫസിൽ തട്ടി തിരിച്ചു വന്ന എക്കോനെ നമ്മൾ ബാക്ക് വാൾ എക്കോ എന്ന് പറയും. ബാക്ക് വാൾ.
ഇത് ബാക്ക് വാൾ, അതായത് അടിയിലത്തെ വാളിൽ തട്ടി തിരിച്ചു വന്നു, ദാറ്റ് ഈസ് ബാക്ക് വാൾ എക്കോ. ഇപ്പൊ ഈ പോയ വഴിയിൽ, വേവ് പോയ വഴിയിൽ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ക്രാക്ക് ഇല്ലാത്ത കണ്ടീഷനിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഇനി ഞാൻ ഈ പ്രോബിനെ ജസ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നേ. ഓക്കെ, ഇതിനെ ഞാൻ പറഞ്ഞു ഇനീഷ്യൽ എക്കോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പൾസ് എക്കോ എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എക്കോ എന്ന് പറയും. ജസ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മൊമെന്റിലുള്ള എക്കോ അത് മാക്സിമം ആയിരിക്കും. അതേപോലെ ബാക്ക് വാളിൽ തട്ടി തിരിച്ചു വരുന്ന എക്കോ, ദാറ്റ് ഈസ് ബാക്ക് വാൾ എക്കോ. ആ ബാക്ക് വാൾ എക്കോ വരാൻ വേണ്ടി എടുത്ത ടൈം നമുക്ക് ഈ എക്സ് ആക്സിസ് നിന്ന് കിട്ടൂലേ? അതായത് പ്രോബിൽ നിന്നും അൾട്രാസോണിക് സൗണ്ട് വേവ് മെറ്റീരിയലിലേക്ക് കയറി താഴത്തെ സർഫസിൽ തട്ടി തിരിച്ച് വീണ്ടും പ്രോബിൽ എത്താനെടുത്ത സമയം അത് നമുക്ക് ഈ എക്സ് ആക്സിസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടൂലേ? ഇല്ലേടാ. ഓക്കെ, ഇനി ഞാൻ പ്രോബിനെ മൂവ് ചെയ്യാം. പ്രോബിനെ മൂവ് ചെയ്തിട്ട് ഡിഫക്റ്റ് വരുമ്പോ ഇതേ മോണിറ്ററിൽ എന്താ മാറ്റം വരിക നമുക്ക് നോക്കാം. ഓക്കെ, പ്രോബിനെ ഞാൻ ജസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മോണിറ്റർ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്. ഞാൻ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പം വേവ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? വേവ് വരാൻ തുടങ്ങും. വേവ് ജസ്റ്റ് വരാൻ തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ട്രാൻസ്മിഷൻ പൾസ് അല്ലെങ്കിൽ ഇനീഷ്യൽ എക്കോ നമുക്ക് കിട്ടി. ഇനി വേവിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ നോക്കണേ. ഇപ്പൊ ഡിഫക്റ്റിന്റെ അടുത്തെത്തി, വേവ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉണ്ട്, ഡിഫക്റ്റിലെത്തി. അപ്പൊ വേവിന്റെ പകുതി എന്ത് ചെയ്തു? ഡിഫക്റ്റ് ഇല്ലാത്ത വഴിയിലൂടെ താഴോട്ടേക്ക് തന്നെ പോയി അല്ലെ? അല്ലേടാ. ബാക്കി പകുതി എന്ത് ചെയ്തു? ഈ ഡിഫക്റ്റിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോയി. കറക്റ്റ് അല്ലേ? നോക്കണേ ഇനി ആ സമയത്ത് എന്തൊക്കെയാ സംഭവിക്കാന്ന് സ്ക്രീന് നോക്കണേ, മോണിറ്റർ നോക്കണേ. അതാ ഡിഫക്റ്റിൽ തട്ടിയിട്ട് തിരിച്ച് പ്രോബിലേക്ക് എത്തിയ എക്കോ, ആ എക്കോ എത്തുമ്പോഴേക്കും, സോറി പ്രോബിലേക്ക് വേവ് എത്തുമ്പോഴേക്കും മോണിറ്ററിൽ ഒരു ചെറിയ എക്കോ ജനറേറ്റ് ചെയ്യുന്ന കാണുന്നില്ലേ? ഓക്കെ, ഇനി നമ്മളെ താഴത്തെ സർഫസിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്ന ആള് വീണ്ടും പ്രോബിലെത്തും. പ്രോബിലെത്തുമ്പോ നേരത്തെ പോലെ ഒരു ബാക്ക് വാൾ എക്കോ ഉണ്ടാവൂലേ? ഈ രണ്ട് എക്കോക്കിടയിലും ഒരു പുതിയ എക്കോ ജനറേറ്റ് ചെയ്തു. അതെന്തുകൊണ്ടാണ് ആ എക്കോ വന്നത്? അവിടെ ഒരു ക്രാക്ക് വന്നുകൊണ്ടാണ്, ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഇനി കമ്പയർ ചെയ്യേ, ഈ ഡിഫക്റ്റ് എക്കോയും ബാക്ക് വാൾ എക്കോയും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാ ഇന്റൻസിറ്റി കൂടുതൽ? ബാക്ക് വാൾ എക്കോ ഒക്കെ. കാരണം ബാക്ക് വാൾ എക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയലിലൂടെ സഞ്ചരിച്ച് താഴെ തട്ടി തിരിച്ചു വരുമ്പം കുറച്ച് സിഗ്നൽ ഡിസ്റ്റോഷൻ ഉണ്ടായതുകൊണ്ടാണ് ട്രാൻസ്മിഷൻ എക്കോയേക്കാളും ബാക്ക് വാൾ എക്കോയുടെ ഇന്റൻസിറ്റി കുറഞ്ഞത്. ഇനി ക്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആക്ച്വലി ഒരു ഫ്രീ സ്പേസ് ആണ്. ഒരു വോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സ്പേസ് അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇപ്പം വേവ് ഇതാ, ഞാൻ മൗസ് പോയിന്റർ നോക്കിയാൽ മതി. വേവ് പ്രോബിൽ നിന്നും വന്ന് ഈ ക്രാക്കിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ വേറൊരു മീഡിയമായി. ക്രാക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്പേസാ, അനദർ മീഡിയം. അപ്പൊ അവിടെ ഒരു മീഡിയം ചേഞ്ച് വന്നു. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വേവ് പാസ് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം ഡിസ്റ്റോഷൻ ഉണ്ടാവും. അങ്ങനെ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന വേവിന് ഡിസ്റ്റോഷൻ കൂടുതലായിരിക്കൂലേ? ഓക്കെ, അപ്പൊ ബാക്ക് വാൾ എക്കോയേക്കാളും ഡിസ്റ്റോഷൻ ആർക്ക് സംഭവിച്ചിട്ടുണ്ടാവും? ഡിഫക്റ്റിൽ തട്ടിപ്പോകുന്ന എക്കോക്ക് സംഭവിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് സ്ക്രീന് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു മെറ്റീരിയൽ തന്ന മെറ്റീരിയലിന്റെ ഇൻസൈഡിൽ എവിടെയെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കൊന്നും അറിയില്ല. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു പ്രോബും മോണിറ്ററും മാത്രം. സോ ഞാൻ പ്രോബിനെ മെറ്റീരിയലിന്റെ സർഫസിൽ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഈ ട്രാൻസ്മിഷൻ എക്കോയും ബാക്ക് വാൾ എക്കോയും മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ അതിനർത്ഥം ഞാൻ ഇപ്പൊ പ്രോബ് വെച്ചതിന്റെ അടിയിൽ എവിടെയും എന്തില്ല, ക്രാക്ക് ഇല്ല എന്നാ. നേരെ മറിച്ച് ഞാൻ പ്രോബ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോ ഇതേപോലെ എനിക്ക് 3 എക്കോ കിട്ടി, അതിൽ നടുക്കൊരു ചെറിയ എക്കോയും കിട്ടി. അതിനർത്ഥം ഈ പോകുന്ന വഴിയിൽ എവിടെയോ എന്തുണ്ട്, ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാവും. ഈ ഡിഫക്റ്റിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡിഫക്റ്റ് എക്കോ ഉണ്ട്, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡിഫക്റ്റ് എക്കോ ഉണ്ട്. ഈ ഡിഫക്റ്റ് ഈ മേലത്തെ സർഫസിൽ നിന്നും എത്ര ദൂരെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എങ്ങനെ പറഞ്ഞോ കറക്റ്റ് ആണ്, ഏതാണ്ട് കറക്റ്റ് ആണ്. ഒന്നുകൂടി പറയും. മെറ്റീരിയൽ കൂടെയുള്ള വേവിന്റെ സ്പീഡ് നമുക്ക് അറിയാമെങ്കിൽ
സ്പീഡ് അറിയാമെങ്കിൽ വെലോസിറ്റി അല്ലെ, വേവിന്റെ വേവ് വെലോസിറ്റി അറിയാമെങ്കിൽ ഡിഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പോയാ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ നമുക്ക് വെലോസിറ്റി അറിയാം എന്ന് വിചാരിക്കും. പ്രോബിൽ നിന്നും പോകുന്ന അല്ലെ മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്യുന്ന വേവിന്റെ വെലോസിറ്റി എനിക്കറിയാം, അതൊരു നോൺ വാല്യൂ ആണ്. ടൈം എനിക്കറിയോ? തിരിച്ചെത്തുന്ന റിഫ്ലക്ട് ചെയ്ത് തിരിച്ചെത്തുന്ന ടൈം. ഡിഫക്റ്റ് ആയത് ഇവിടുന്ന് പാസ് ചെയ്ത് തിരിച്ച് ഡിഫക്റ്റ് തട്ടി തിരിച്ചു വരുന്ന ടൈം, ഇത് ഈ ഒരു ലൂപ്പിന്റെ ടൈം എനിക്കറിയാം, അത് ഈ ആക്സിസ് നിന്ന് കിട്ടും. അപ്പൊ ആ ടൈം എന്ന് പറയുന്നത് പ്രോബിൽ നിന്നും ക്രാക്കിലേക്ക് എത്തി വീണ്ടും ക്രാക്കിൽ നിന്നും പ്രോബിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പൊ അതിന്റെ പകുതി എടുത്താൽ പോരെ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ഈ പ്രോബിൽ നിന്നും ഡിഫക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും അവിടത്തേക്ക് എത്താനുള്ള ടൈമും അല്ലേ എനിക്ക് വേണ്ടു വെലോസിറ്റി കാൽക്കുലേഷന്. പക്ഷെ എനിക്ക് ആക്സിസിൽ കിട്ടുന്നത് എന്താ? അവിടെ തട്ടി തിരിച്ചു വരാനുള്ള സമയം. അപ്പൊ പകുതി സമയം എടുത്താൽ പോരെ, T/2 എടുത്താൽ പോരെ. T/2 നമ്മളെ ഡിഫക്റ്റ് എക്കോയിലേക്ക് എത്ര ടൈം? ഇവിടെ ഇപ്പം ഒരു 20 സെക്കൻഡ് ആണ് ടൈം ആക്സിസിലെങ്കിൽ 10 സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ വെലോസിറ്റി എനിക്ക് അറിയുകയും ചെയ്യാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇപ്പൊ പ്രോബ് ഉള്ള പൊസിഷനിൽ നിന്നും ഇത്ര മീറ്റർ താഴെയാണ് ഡിഫക്റ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞൂടെ? ഓക്കെ, ഇതാണ് ഒരു അൾട്രാസോണിക് ടെസ്റ്റിംഗ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. നമുക്ക് ഇന്റേണൽ ഡിഫക്റ്റ് ഉണ്ടോന്ന് മാത്രമല്ല, എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്നുള്ളതും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ് വെച്ചിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങളോട് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന അല്ല എഴുതേണ്ടുന്ന വർക്കിംഗ് പ്രിൻസിപ്പിളും ഫിഗറും ആണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണേ. വെറുതെ മോണിറ്റർ വരച്ചാൽ പോരാ, മോണിറ്ററിന്റെ ആക്സിസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ടൈമും ഇന്റൻസിറ്റിയും ആണ്. അതേപോലെ ഇവിടുന്ന് എന്താണ് ട്രാൻസ്മിഷൻ പൾസ്, എന്താണ് ബാക്ക് വാൾ എക്കോ, എന്താണ് ഡിഫക്റ്റ് എക്കോ, ഇത്രയും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്ത മൊമെന്റ് ഞാൻ പ്രോബിനെ വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇപ്പൊ പ്രോബിൽ നിന്നും ജസ്റ്റ് വേവ് പാസ് ചെയ്ത ഒരു ട്രാൻസ്മിഷൻ പൾസ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഇതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്ന വേവ് കംപ്ലീറ്റ് ഇപ്പം ഡിഫക്റ്റ് തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? തിരിച്ചു പോവുകയാണ്. താഴത്തെ സർഫസിലേക്ക് പോകാൻ കഴിയില്ല, കാരണം പോകുന്ന വഴിയിൽ എന്തുണ്ട്? ഡിഫക്റ്റ് ഉണ്ട്. അങ്ങനെ ഡിഫക്റ്റ് തട്ടി തിരിച്ച് നമ്മുടെ പ്രോബിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ഡിഫക്റ്റ് എക്കോ കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഡിഫക്റ്റ് ആണോ അല്ലെങ്കിൽ ബാക്ക് വാൾ ആണോ എന്നുള്ളതൊക്കെ. നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ഇതൊരു മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബാണ്. ഇതാ ഈ കയ്യിലുള്ള സാധനമാണ് എന്തെന്ന്? നമ്മുടെ പ്രോബ്, അൾട്രാസോണിക് പ്രോബ് എന്ന് പറയുന്ന എലമെന്റ്. നമ്മളൊരു സ്റ്റെതസ്കോപ്പിന്റെ ഒക്കെ പോലെ ഒരു സിമിലർ ആയിട്ടുള്ള എലമെന്റ്. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് അൾട്രാസോണിക് വേവിനെ ജനറേറ്റ് ചെയ്തിട്ട് മെറ്റീരിയലിലേക്ക്. ഓക്കെ, പിന്നെ അവിടെ ഒരു സിലിണ്ടർ നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള എലമെന്റ് ആണ്. അതൊരു സ്റ്റാൻഡേർഡ് എലമെന്റ് ആണ്. അതിൽ എവിടെയൊക്കെയാണ് ക്രാക്ക് ഉള്ളതെന്നൊക്കെ നമുക്കറിയാം. നമ്മളൊരു നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അപ്പൊ അതിൽ എവിടെയൊക്കെ ക്രാക്ക് ഉണ്ടെന്ന് ഇവർക്ക് ഓൾറെഡി അറിയാം. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാ ടെസ്റ്റിംഗ് പോകുന്നത്. ഇതാ ഡിസ്പ്ലേ യൂണിറ്റ് കണ്ടോ നിങ്ങൾ? ഒരു കമ്പ്യൂട്ടർ ഡിസ്പ്ലേ കാണുന്നില്ലേ? ഇതിൽ എക്സ് ആക്സിസ് എന്താണ്? എക്സ് ആക്സിസ് എന്താണ്? ടൈം. വൈ ആക്സിസ് എന്താണ്? ഇന്റൻസിറ്റി. ഇനി നമുക്ക് നോക്കാം. ഇതാണ് ഈ ടെസ്റ്റ് പീസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആക്സിസ് ഒന്ന് ജസ്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്, ഇന്റൻസിറ്റിയും ടൈമും ആണ്. ഇപ്പൊ പ്രോബും നമ്മുടെ മോണിറ്ററും അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസും തമ്മിൽ കണക്റ്റഡ് ആണ്. എന്നാൽ മാത്രമല്ലേ നമുക്ക് അവിടെ എക്കോ എല്ലാം കാണുള്ളൂ. അപ്പൊ പ്രോബ് ഞാൻ മെറ്റീരിയലിന്റെ മേലെ വെക്കുന്നു. അപ്പോ ഇവിടെ ഒരു വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു പരിപാടിയും കൂടി ചെയ്യും. ഇതിന്റെ മുകളിൽ ഒരു ജെല്ല് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ മെറ്റീരിയലിന്റെ മുകളിൽ ഒരു ജെല്ല് പോലുള്ള എലമെന്റിനെ ഇട്ട് എന്നിട്ടാണ് അതിന്റെ മേലെല്ലാം പ്രോബ് വെക്കുന്നത്. എന്നേരാണ് നമുക്ക് ഡിസ്പ്ലേയിൽ
ഇനീഷ്യൽ പൾസും ബാക്ക് വാൾ എക്കോ ഒക്കെ കിട്ടുന്നത്. എന്തിനാ ആ ഒരു ജെൽ ലൈക്ക് എലമെന്റ് വെച്ചത്? നമ്മള് ഹോസ്പിറ്റലില് ECG ഒക്കെ എടുക്കുമ്പോൾ അല്ലെ, ECG ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റിന്റെ മുകളിൽ കുറെ ക്ലിപ്പ് അവർ കണക്ട് ചെയ്യും. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ജെൽ ലൈക്ക് ഒരു ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ ക്ലിപ്പൊക്കെ വെക്കുന്നത്. അതെന്തിനാ? ECG ഇതുവരെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. അല്ല പോട്ടെ, കണ്ടിട്ടുണ്ടോ? ആ സർ. സർ. ഈ ചെസ്റ്റിലൊക്കെ കുറെ സാധനം ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. പക്ഷെ അവരെ ഒട്ടിക്കുക നേരെ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുമെന്നല്ല, ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു ജെല്ല് പോലുള്ള ഒരു ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് അതിന്റെ മുകളിലാണ് ഇത് ഒട്ടിക്കുക. അതെന്തിനാ? അബ്സോർബ് ചെയ്യാനാ വേവിന്. അബ്സോർബ് ചെയ്യാൻ എന്നല്ല, കുറച്ചും കൂടി ഒന്ന് ആലോചിക്കേ, ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള വേവ് അല്ലെങ്കിൽ എന്താ, വേവ് പോകില്ലേ? സൗണ്ട് വേവിന് പിന്നെ പോവാൻ ഇതേപോലെ ജെല്ലൊക്കെ വേണോ? എന്താ സംഭവം എന്നറിയോ? ഈ പ്രോബ് എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ് അല്ലെ, ഒരു എലമെന്റ് ആണ്, ഒരു മീഡിയ ആണ്. നമ്മളെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വേറൊരു മീഡിയ ആണ്. അപ്പൊ ഈ പ്രോബിൽ നിന്നും മെറ്റീരിയലിലേക്ക് പോകുമ്പോ ഇതിനിടയിൽ എയർ എന്ന് പറയുന്ന വേറൊരാളും കൂടിയില്ലേ? ഇല്ലടാ, നമ്മളിപ്പോ എങ്ങനെ ഈ ജെല്ലൊന്നും ഇല്ലാതെ നേരെ കോണ്ടാക്റ്റിൽ വെച്ചാലും ഇവരുടെ ഇടയിൽ എയർ എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ട് അല്ലെ. ഈ എയറിന് പൊതുവെ വേവിനെ കടത്തിവിടാനുള്ള കഴിവ് ഇല്ല എന്നല്ല, കുറച്ച് പ്രശ്നമാണ്. അതായത് നമ്മൾ ഇതിന്റെ അകത്ത് പ്രോബിൽ നിന്നും ജനറേറ്റ് ചെയ്ത് അയക്കുന്ന മാക്സിമം ഇന്റൻസിറ്റിയിൽ മെറ്റീരിയലിലേക്ക് എത്തൂല. കാരണം ഇൻ ബിറ്റ്വീനിൽ എയർ ഗ്യാപ്പ് ഉണ്ട്, എയറിന്റെ ഒരു ലെയർ ഉണ്ട്. അപ്പൊ നമ്മൾ എയറിനെ റിമൂവ് ചെയ്തിട്ട് ഈ പറയുന്ന വേവിനെ നല്ല രീതിയിൽ കടത്തിവിടുന്ന ഒരു മീഡിയം അവിടെ ആഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ആ ജെല്ല് ആഡ് ചെയ്തത്. അതിനെ നമ്മൾ കപ്ലന്റ് എന്നാ പറയാ, കപ്ലിങ് നടത്തുക. അതായത് നമ്മുടെ പ്രോബിന്റെയും നമ്മുടെ മെറ്റീരിയലിന്റെയും ഇടയിൽ ഒരു കപ്ലിങ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലമെന്റിനെ നമ്മൾ കപ്ലന്റ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ജെൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ജെൽ ലൈക്ക് എലമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബിനകത്ത് നിന്നും വരുന്ന ഹൈ ഇന്റൻസിറ്റി ഉള്ള അൾട്രാസോണിക് സൗണ്ട് വേവിനെ ഡിസ്റ്റോഷൻ ഒന്നും ഇല്ലാതെ നമ്മുടെ മെറ്റീരിയലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്താ ഒരു വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിന്റെയും മെറ്റീരിയലിന്റെയും ഇടയിലുള്ള എയർ ഗ്യാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മൾ ECG എടുക്കുമ്പോഴാണേലും ECG എടുക്കുന്നത് നമ്മൾ കുറെ ചെസ്റ്റിലൊക്കെ കുറെ പോയിന്ററുകൾ അല്ലെങ്കിൽ അവരൊരു ക്ലിപ്പിങ് ഒട്ടിക്കുന്നത് ആക്ച്വലി അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ച് ഇതേപോലെ സിഗ്നൽ പാസ് ചെയ്യാണ്. അപ്പൊ ആ സിഗ്നൽ കൃത്യമായിട്ട് ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെയും ഈ ക്ലിപ്പുകളുടെ ഇടയിൽ എയർ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. എയർ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് വിചാരിച്ച അത്ര രീതിയിൽ ട്രാൻസ്മിഷൻ നടക്കൂല. അപ്പൊ എയർ ഗ്യാപ്പ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഇതേപോലുള്ള ജെൽ ലൈക്ക് എലമെന്റ് വെക്കുമ്പോൾ ഇത്തരം കപ്ലന്റുകൾക്ക് ഒരു കഴിവുണ്ട്, മാക്സിമം ഡിസ്റ്റോഷൻ ഒന്നും ഇല്ലാതെ വേവിനെ അടുത്ത മീഡിയത്തിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ ഫിഗറിൽ കണ്ട ജെല്ല് പോലുള്ള സാധനം ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ജെല്ല് എല്ലാവരുടെയും യൂണിഫോം ആയിട്ട് ആഡ് ചെയ്തു. ദെൻ പ്രോബ് ഞാനിപ്പോ ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോണിറ്ററിൽ നിങ്ങളൊന്ന് നോക്കിയേ, മോണിറ്ററിൽ വന്ന മാറ്റം നോക്കിയേ. ഇവിടെ ഒരു ഇനീഷ്യൽ പൾസ്, ഇതാ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹൈ പീക്കിലുള്ള ഒരു ഇനീഷ്യൽ പൾസ് കാണുന്നുണ്ടോ? അതേപോലെ കുറച്ചിപ്പുറത്ത് ഈ ഒരു റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ചെറിയൊരു എക്കോ കാണുന്നില്ലേ? അപ്പൊ ഇത് ഇനീഷ്യൽ പൾസും ഇത് എന്ത് പൾസാണ്? ഇതെന്ത് എക്കോ ആണ്? ബാക്ക് വാൾ എക്കോ ആണ് അല്ലെ. നമുക്ക് നോക്കാം. ഇനി ഈ പ്രോബ് മൂവ് ചെയ്യുമ്പോൾ ഇവരുടെ ഇടയിൽ പുതിയൊരു എക്കോ വന്നിട്ടുണ്ടെങ്കിൽ ആ എക്കോ ക്രാക്ക് എക്കോ ആയിരിക്കണം. നമുക്ക് നോക്കാം. ഇനി അയാൾ പ്രോബ് മൂവ് ചെയ്യുന്നുണ്ട്. അതിപ്പോ അതിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ള ബാക്ക് വാൾ എക്കോയുടെ ഒക്കെ പൊസിഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനീഷ്യൽ പൾസ് ഹൈ എക്കോ ആണ് അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി മാക്സിമത്തിലാണ് പോകുന്നത്. നോക്കാം. പ്രോബ് മൂവ് ചെയ്യുന്നുണ്ട്. പ്രോബ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് എക്കോയുടെ ഇൻ ബിറ്റ്വീനിൽ ഒന്ന് നോക്കണം, എവിടെയെങ്കിലും ക്രാക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എക്കോ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ. അയാള് പ്രോബ് വല്ലാതെ അനക്കുമ്പോഴാണ് ഈ വേരിയേഷൻ വരുന്നത്. നോക്കിയേ വന്നിനാ
നേരത്തെ ബാക്ക് വാൾ എക്കോയുടെയും ഇനീഷ്യൽ എക്കോയുടെയും ഇടയിൽ എവിടെയെങ്കിലും ക്രാക്ക് ഒരു എക്കോ വന്നോ? യെസ് സർ. വന്നു. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ പ്രോബ് ഉള്ള സ്ഥലത്തിന് അടിയിൽ എവിടെയോ ക്രാക്ക് ഉണ്ട്. ആ സമയത്ത് ബാക്ക് വാൾ എക്കോ തീരെ ഇല്ല അല്ലെ? ബാക്ക് വാൾ എക്കോ ഇല്ല. അത് ഇതിന്റെ അകത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് വേവ് നമ്മളെ ക്രാക്കിൽ തട്ടി തിരിച്ചു വരിക ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്ക് വാൾ എക്കോ ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഇനി ഈ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പ്രോബ് ഇയാൾ വീണ്ടും മൂവ് ചെയ്യുന്നത് ഇതാ നേരത്തെ ബാക്ക് വാൾ എക്കോ തിരിച്ചു വന്നല്ലേ. ഇപ്പൊ ഇത് നോക്കിയേ, ഇപ്പൊ ഇവിടെ 1, 2 ക്രാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ള സ്ഥലത്തിന് താഴെയിലായിട്ട് 2 സ്ഥലങ്ങളിൽ എവിടെയോ പൊട്ടലും ചീറ്റലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വലി അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുള്ള ഈ ഡിഫക്റ്റുകളൊക്കെ എനിക്ക് ഓൾറെഡി അറിയുന്ന, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയുന്ന ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പീസാ ഇത്. അപ്പൊ നമുക്കിനി അതിന്റെ ഒരു ഓറിയന്റേഷൻ ഇതിൽ നോക്കാം. ഇതിലിപ്പോ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഒരു ക്രാക്ക് ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ആർക്ക് ഷേപ്പിൽ, ഒരു വെഡ്ജ് ഷേപ്പിൽ ഒരു ക്രാക്ക് ഇവിടെ ഉണ്ട്. അപ്പം ഇതിന്റെ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാക്ടിക്കൽ എക്സാമ്പിളിൽ ഒരു ആനിമേഷൻ പോലെ കാണിച്ചതാണ്. ഇപ്പോഴുള്ള കണ്ടീഷൻ പ്രോബ് ഉള്ള പൊസിഷനിൽ ഈ യെല്ലോ കളർ കാണിച്ചത് വേവ് പോകുന്നതും തിരിച്ചു വരുന്നോ? വേവ് പോകുന്നു, തിരിച്ചു വരുന്നു. ഇൻ ബിറ്റ്വീനിൽ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഒരു ഇനീഷ്യൽ പൾസും ഒരു ബാക്ക് വാൾ എക്കോയും കിട്ടിയിട്ടുണ്ട്. ഇനി പ്രോബ് മൂവ് ചെയ്യണേ. മൂവ് ചെയ്യുമ്പോൾ എക്കോ ഇങ്ങനെ പോകുന്നു. അതേ ഇനീഷ്യൽ പൾസും ബാക്ക് വാൾ എക്കോയും തന്നെ. ജസ്റ്റ് ക്രാക്കിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ക്രാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് വേവ് എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടുന്ന് വരുന്ന വേവ് എല്ലാം താഴത്തെ ബാക്ക് വാളിൽ തട്ടിയിട്ട് തിരിച്ചു പോകും. പക്ഷെ ഈ ഫസ്റ്റിലുള്ള നമ്മുടെ വേവ് എന്ന് പറയുന്നത് ക്രാക്കിൽ തട്ടി ക്രാക്കിന്ന് തിരിച്ചു പോകും. സോ അവിടെ എന്ത് ചെയ്തു? ഒരു ക്രാക്ക് എക്കോ ജനറേറ്റ് ചെയ്തു അല്ലെ. അടുത്ത മൊമെന്റിൽ ഞാൻ വീണ്ടും പ്രോബ് മൂവ് ചെയ്തു. ഇപ്പോ കംപ്ലീറ്റ് വേവും നമ്മുടെ ക്രാക്കിൽ തട്ടി തിരിച്ചു പോവുക. താഴോട്ടേക്ക് വേവ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്ക് വാൾ എക്കോ എന്ന് പറയുന്നത് ഈ കേസിൽ ഇല്ല. ഫുള്ള് ക്രാക്ക് എക്കോ മാത്രമേ ഉള്ളൂ. ഇനി വീണ്ടും പ്രോബ് മൂവ് ചെയ്യുന്നു. ക്രാക്കിൽ നിന്നും റിലീസായി ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ക്രാക്ക് എക്കോ പോയി വീണ്ടും ബാക്ക് വാൾ എക്കോ വന്നു. അടുത്ത ക്രാക്കിലേക്ക് കയറുന്ന ആ വെഡ്ജ് ഷേപ്പ് ക്രാക്കിലേക്ക് കയറുമ്പോൾ ജസ്റ്റ് കയറാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ ക്രാക്ക് എക്കോ നമുക്ക് കാണാൻ തുടങ്ങും. ഇവിടെ ഇപ്പോ പകുതി ക്രാക്കിൽ തട്ടി റിഫ്ലക്ട് ചെയ്തു, പകുതി താഴെ തട്ടി റിഫ്ലക്ട് ചെയ്തു. ആ ക്രാക്കിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രാക്ക് എക്കോ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്ക് വാൾ എക്കോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ക്രാക്കിൽ തന്നെ തട്ടുകയാണ്. അപ്പൊ ഈ ക്രാക്ക് ഇവിടെ വെഡ്ജ് ഷേപ്പ് ക്രാക്ക് ആണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടല്ല ഉള്ളത്, കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ്. അപ്പൊ ആ ചെരിഞ്ഞിട്ടായതുകൊണ്ടാണ് ഇവിടെ ക്രാക്ക് എക്കോയിൽ 2 വേരിയേഷൻ വരുന്നത്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ഈ ക്രാക്കുകളുടെ ഓറിയന്റേഷനൊക്കെ. ഇതതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത വീഡിയോ. നമുക്ക് അത്രേ വേണ്ടുള്ളൂ. വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയാൻ ഇത്രയും കാര്യങ്ങളേ വേണ്ടുള്ളൂ. അപ്പൊ എന്താണ് പിന്നെ ഈ പറഞ്ഞ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്നുള്ളത് ക്ലിയർ ആയോ? Yes sir. Yes sir. Okay. So this module presents an introduction to the NDT method of ultrasonic testing. Ultrasonic testing uses high frequency sound energy to conduct examination. High frequency എന്ന് പറഞ്ഞാൽ above 20 kilohertz അതാണല്ലോ അൾട്രാസോണിക് സൗണ്ട്. സോ അത്രയും ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Then ultrasonic examination can be conducted on a wide variety of materials forms including casting, forging, welding and composite. നമുക്ക് അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് കാസ്റ്റിംഗിൽ, അതായത് നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ കാസ്റ്റിംഗ്, ഫോർജിങ് ഇങ്ങനെയുള്ള പാർട്ടുകളിലൊക്കെ, കാസ്റ്റിംഗ് അല്ലെ ഫോർജ്ഡ് പാർട്സിലേക്ക്, വെൽഡുകളിൽ നമ്മൾ ചെയ്ത വെൽഡിങ്ങിൽ, വെൽഡ് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന പോലെ ആയിരിക്കും, ചിലപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പൊ വെൽഡിങ് ക്രാക്കുകൾ, അതേപോലെ കോമ്പോസിറ്റ് മെറ്റീരിയൽസിന്റെ ഇൻസൈഡിലും അതേപോലെ സർഫസിലും വരുന്ന ഡിഫക്റ്റുകൾ, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് പ്രധാനമായിട്ടും അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ പാർട്ട് ബീങ് എക്സാമിൻഡ് ക്യാൻ ബി കളക്ടഡ് സച്ച് ആസ് ദ പ്രസൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ടെസ്റ്റിംഗ് മെത്തേഡിൽ പ്രസൻസ് കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ ലൊക്കേഷനും കണ്ടുപിടിക്കാമേ. ലൊക്കേഷനും നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വെലോസിറ്റി അറിയാമെങ്കിൽ, വേവിന്റെ വെലോസിറ്റി അറിയാമെങ്കിൽ
ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് പറ്റും. അതേപോലെ പാർട്ട് ഓർ കോട്ടിംഗ് തിക്നെസ്, മെറ്റീരിയലിലെ കോട്ടിംഗ് തിക്നെസ് കണ്ടുപിടിക്കാനും പറ്റും. അതെങ്ങനെ കോട്ടിംഗ് തിക്നെസ്? ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് പീസ് എടുക്കുന്നേ, ഈ ടെസ്റ്റ് പീസിന്റെ മേലയിൽ വേറൊരു മെറ്റീരിയലിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട് എന്ന് വെച്ചോ, ഒരു സെക്കൻഡ് മെറ്റീരിയൽ കോട്ടിംഗ് ഉണ്ട്. ഞാൻ ഇതിന്റെ മേലയിലാണ് പ്രോബ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചോ. അപ്പൊ പ്രോബിൽ നിന്നും അൾട്രാസോണിക് സൗണ്ട് വേവ് ഒന്നാമത്തെ കോട്ടിങ്ങിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഇനീഷ്യൽ പൾസ് കിട്ടും അല്ലെ. അതേപോലെ ഇത് സെക്കൻഡ് മീഡിയം കോട്ടിങ്, ഇത് പ്രോബ് എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയം, ദിസ് ഈസ് സെക്കൻഡ് മീഡിയം, നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് തേർഡ് മീഡിയം. അപ്പോൾ ഈ സെക്കൻഡ് മീഡിയം ഇവിടുന്ന് കുറച്ച് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബാക്ക് വാളേക്കോ കോട്ടിങ്ങിന്റെ ബാക്ക് വാളേക്കോ കിട്ടും. കുറച്ച് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് മൂന്നാമത്തെ മെറ്റീരിയലിലേക്ക് പോകും. അപ്പൊ ആ മൂന്നാമത്തെ മെറ്റീരിയലിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ട്രാൻസ്മിഷൻ എക്കോ ഉണ്ടാവും. അതേപോലെ ഈ മൂന്നാമത്തെ മെറ്റീരിയൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന എക്കോ പ്രോബിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ചെറിയ ഇന്റൻസിറ്റിയിൽ ഒരു ബാക്ക് വാൾ എക്കോ കിട്ടും. അപ്പൊ നമുക്ക് ഈ കോട്ടിംഗ് തിക്നെസ് ഒക്കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ കോട്ടിംഗ് എലമെന്റിന്റെ ട്രാൻസ്മിഷൻ എക്കോയും ബാക്ക് വാൾ എക്കോയും ഒക്കെ വെച്ചിട്ട് മെഷർമെന്റ് നടത്തിയാൽ മതി. സോ കോട്ടിംഗ് തിക്നെസ് പോലുള്ള പ്രോപ്പർട്ടീസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Then we can detect the surface and internal discontinuities. പറഞ്ഞു ഇതുവരെ പഠിച്ചതൊക്കെ നമ്മൾ സർഫസ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്തത്. ബട്ട് ഇനി പറയാൻ പോകുന്നതൊക്കെ സർഫസും കണ്ടുപിടിക്കാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്റേണൽ ഡിസ്കണ്ടിന്യൂറ്റീസും കണ്ടുപിടിക്കാം, സച്ച് ആസ് ലാബ്സ്, സീംസ്, വോയിഡ്സ്, ക്രാക്സ്, ബ്ലോ ഹോൾസ് എക്സെട്ര. Then sound waving having above frequency above 20 kilohertz is used to examine the test piece. NDT uses ultrasonic sound wave of 0.5 to 10 megahertz range. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എബോ 20 കിലോ ഹെർട്സിലുള്ള എല്ലാ സൗണ്ട് വേവിനെയും നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വേവ് എന്നാണ് പറയുക. ബട്ട് ടെസ്റ്റിങ്ങിന് NDT ടെസ്റ്റിങ്ങിന് പൊതുവെ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ റേഞ്ച് ആണ് 0.5 to 10 മെഗാ ഹെർട്സ് റേഞ്ചിലുള്ള അൾട്രാസോണിക് സൗണ്ട് വേവ് ആണ് യൂസ് ചെയ്തൊക്കെ. ഈ ഇങ്ങനെയുള്ള സ്പെസിഫിക് ന്യൂമറിക്കൽസ് ഒക്കെ ഓർത്തു വെക്കണം. 0.5 to 10 മെഗാ ഹെർട്സ് റേഞ്ചിലുള്ള അൾട്രാസോണിക് സൗണ്ട് വേവ് ആണ് യൂസ് ചെയ്യുക. Then what is the principle of ultrasonic testing? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടുന്ന ഫിഗർ. പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ടുന്ന ഫിഗർ ഇതാണ്. ഇവിടെ ഒരു മെറ്റീരിയൽ കാണിക്കണം, മെറ്റീരിയലിൽ നമുക്ക് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ക്രാക്ക് കാണിക്കണം, മെറ്റീരിയലിന്റെ മേലയിലായിട്ട് ഒരു ട്രാൻസ്ഡ്യൂസർ എലമെന്റ് കാണിക്കണം. ദെൻ ഈ ട്രാൻസ്ഡ്യൂസറും നമ്മുടെ മോണിറ്ററും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ ഒരു കണക്ഷൻ ലൈൻ, പിന്നെ ഒരു മോണിറ്റർ. മോണിറ്ററിന്റെ എക്സ് ആക്സിസ് എന്തായിരുന്നു? എക്സ് ആക്സിസ് ടൈമാണ്, വൈ ആക്സിസ് അതും എഴുതണേ, ഈ ഫിഗറിൽ അതില്ല, ഞാൻ അതുകൊണ്ട് ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട്. വൈ ആക്സിസ് ഇന്റൻസിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ വൈ ആക്സിസ് ഇന്റൻസിറ്റി. അപ്പൊ ഇത് വെച്ചിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നമുക്കിപ്പം ഈ ഒരു പോയിന്റിൽ ഇതേപോലെ ട്രാൻസ്ഡ്യൂസർ പകുതി ക്രാക്കിലും പകുതി ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്തും വരുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഇനീഷ്യൽ പൾസ് നമുക്ക് കാണിക്കാം, ബാക്ക് വാൾ എക്കോ കാണിക്കാം, ക്രാക്ക് എക്കോ നമുക്ക് കാണിക്കാം. ഓക്കെ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? ഈ പൾസർ റിസീവർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രാൻസ്ഡ്യൂസറിന് പവർ കൊടുക്കുന്ന യൂണിറ്റ് ആണിത്. ട്രാൻസ്ഡ്യൂസറിനെ വർക്ക് ചെയ്യിക്കുന്ന യൂണിറ്റ്, ദാറ്റ് ഈസ് പൾസർ റിസീവർ യൂണിറ്റ്. നമുക്ക് ഇതൊക്കെ പറയാം. എന്താണ് പൾസർ റിസീവർ യൂണിറ്റ്? ട്രാൻസ്ഡ്യൂസർ എലമെന്റ് ആയിട്ട് ഇവിടെ എന്തോ ഈ പെട്ടീന്റെ ഉള്ളിൽ എന്തോ, ഈ കേസിംഗിന്റെ ഉള്ളിൽ എന്തോ ഒരു എലമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പവർ കൊടുക്കുന്ന സമയത്ത് അൾട്രാസോണിക് സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനുള്ളിലുള്ള ട്രാൻസ്ഡ്യൂസർ എലമെന്റ് ഏതാണ്? ഇതൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കും. അപ്പൊ ഈ ഒരു ഫിഗർ വെച്ചിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. അൾട്രാസോണിക് വേവ്സ് ആർ ഇൻട്രൊഡ്യൂസ് ഇൻ ടു എ മെറ്റീരിയൽ where they travel in a straight line and at a constant speed until they encounter a surface. നമ്മളൊരു മെറ്റീരിയലിലേക്ക് അൾട്രാസോണിക് സൗണ്ട് വേവിനെ ജനറേറ്റ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസേജിൽ ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് ഇയാൾ പാസ് ചെയ്യുക. അറ്റ് സർഫസ് ഇന്റർഫേസ് സം ഓഫ് ദ വേവ് എനർജി ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് സം ഈസ് ട്രാൻസ്മിറ്റഡ്. അത് പ്രോബിൽ നിന്നും നമ്മുടെ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ മോസ്റ്റ് ഓഫ് ദ വേവ് എന്ത് ചെയ്യും? കപ്ലന്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ മെറ്റീരിയലിലേക്ക് പോകും, കുറച്ച് അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് സിഗ്നൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. The amount of reflected or transmitted energy can be detected and provides information about the size of the crack. അതേപോലെ മെറ്റീരിയൽ അകത്തേക്കും കയറി കഴിഞ്ഞാലും മെറ്റീരിയലിലൂടെ ട്രാൻസ്മിഷൻ നടക്കും.
ബാക്ക് വാൾ തട്ടി റിഫ്ലക്ഷൻ നടക്കും. അതേപോലെ ക്രാക്കിൽ തട്ടിയിട്ട് അവിടുന്ന് റിഫ്ലക്ഷൻ നടക്കും. ഈ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവ് ഫ്രണ്ടുകളൊക്കെ ഇതേപോലെ മോണിറ്റർ ഡിസ്പ്ലേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്കോസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഓരോ എക്കോ എന്താന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് ഈ ഒരു നമ്മളിപ്പം കണ്ട വീഡിയോയിലുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയി. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ചോദിക്കാത്ത എക്സാം ഇല്ല. കാരണം ഞാൻ പറഞ്ഞ 6 മെത്തേഡിന്റെയും പ്രിൻസിപ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ എങ്കിലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. എല്ലാത്തിന്റെയും പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്, ഫിഗറും സിമ്പിൾ ആണ്. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് വെറും വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ആ ഫിഗറൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഇനി നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഈ മെത്തേഡിൽ നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. The travel time of sound can be measured and this provide the information on the distance of that sound has traveled. അത് നമുക്കറിയാം, നമ്മളെ ഡിസ്പ്ലേ യൂണിറ്റിൽ നിന്ന് എക്സ് ആക്സിസിൽ നമുക്കുള്ളത് ടൈമാണ്. ഈ ടൈമും ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റിയും, ഈ സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റി നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്രാക്കിന്റെ ലൊക്കേഷൻ നമുക്ക് സർഫസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രാക്ക് ഉള്ളത് എന്നുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ പ്രിൻസിപ്പിൾ ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ്. ഇനി കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ഉള്ളതുപോലെ ഇതുമായി ബന്ധപ്പെടുന്ന കുറെ ബേസിക് ഫിസിക്സ് ടേംസ്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫിസിക്സ് ടേംസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് പറയുമ്പോൾ അവിടെയും നമ്മൾ ബേസിക് ഫിസിക്സ്, കാപ്പിലാരിറ്റി എന്താണ്, സർഫസ് ടെൻഷൻ എന്താണ്, വെറ്റബിലിറ്റി, അങ്ങനെയുള്ള ബേസിക് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ സൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൗണ്ട് വേവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ഫിസിക്സ് ആണ് ഇനി പറയാനുള്ളത്. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. വേവ് ലെങ്ത്, ഒരു വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം പീരീഡ്. പിന്നെ അതേപോലെ നമ്മുടെ മെത്തേഡിലേക്ക് വരുമ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റി എന്താണ്, പെനിട്രേഷൻ ഡെപ്ത്, സ്കാറ്ററിംഗ്, അബ്സോർപ്ഷൻ, അക്കോസ്റ്റിക് ഇംപിഡൻസ്, അറ്റോനേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ്, റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ, ഇതൊക്കെ ബേസിക് ഫിസിക്സ് +2 ഫിസിക്സ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞത് എഫക്റ്റീവായി കിട്ടി എന്ന് വിചാരിക്കുന്നു. ആണോ? ഓക്കെ. അറ്റൻഡൻസ് ഒന്ന് പറയോ? നമ്പർ 1 Present, sir.